ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പിന്നാലെ സ്ലീപ്പർ പതിപ്പും ഒരുങ്ങുന്നു. കേരളത്തെയും ഉൾപ്പെടുത്തി പുതിയ റൂട്ടുകൾ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ശക്തമാകുമ്പോൾ ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് എന്ന സാധ്യത മലയാളികൾക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ സേവനം നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ലഭ്യമാണ്. ഇനി വരാനിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ദീർഘദൂര യാത്രകൾ കൂടുതൽ സുഗമമാക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ ചെന്നൈ, തിരുവനന്തപുരം മുതൽ ബംഗളൂരു, തിരുവനന്തപുരം മുതൽ മംഗലാപുരം എന്നീ റൂട്ടുകളാണ് പരിഗണനയിലുള്ളത്. പ്രാരംഭഘട്ടത്തിൽ തിരുവനന്തപുരം ചെന്നൈ, തിരുവനന്തപുരം ബംഗളൂരു റൂട്ടുകളായിരിക്കും മുൻഗണന ലഭിക്കുക എന്നാണ് സൂചന. എന്നാൽ നിലവിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് റൂട്ടും സ്ലീപ്പർ സർവീസ് അനുയോജ്യമാണെന്ന വിലയിരുത്തലും ഉണ്ട്. കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് സ്ലീപ്പർ ട്രെയിൻ വലിയ ആശ്വാസമാകും. ബംഗളൂരു മുതൽ തമിഴ്നാട് വഴി കേരളത്തിലൂടെ സർവീസ് നടത്താനുള്ള സാധ്യതകളും ചർച്ചയിലുണ്ട്. കോഴിക്കോട് വഴിയായിരിക്കും ഈ റൂട്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഈ സർവീസ് ആരംഭിച്ചാൽ കേരളം, തമിഴ്നാട്, കർണാടക യാത്രകൾ ഏറെ എളുപ്പമാകും. നിലവിൽ തിരുവനന്തപുരം ബംഗളൂരു യാത്രയ്ക്ക് 15 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുമ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വരുന്നതോടെ 3 മണിക്കൂർ വരെ സമയം ലാഭിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. 844 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ടിക്കറ്റ് നിരക്ക് 800 രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ തീരുമാനമില്ലാതായതോടെ സമരം കടുപ്പിക്കാൻ ഡോക്ടർമാരുടെ സംഘടന. സർക്കാരിന് മുന്നറിയിപ്പെന്നോണം നാളെ ഡോക്ടർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ്ണ നടത്തും. അതേ ദിവസം തന്നെ അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളെല്ലാം നിർത്തിവെക്കാനാണ് തീരുമാനം. ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാല OP ബഹിഷ്കരണം ഉൾപ്പെടെ ഡോക്ടർമാർ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, എൻട്രി കേഡർ തസ്തികയിൽ വെട്ടിക്കുറച്ച തുക പുനഃസ്ഥാപിക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിക്കുക, സമരം ചെയ്യുന്ന ഡോക്ടർമാർ സർക്കാരിന് മുമ്പിൽ വെച്ച ആവശ്യങ്ങളാണിവ. കഴിഞ്ഞ ജൂലൈ മുതൽ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും 7 മാസത്തിനിടയിൽ 2 തവണ മാത്രമാണ് ഡോക്ടർമാരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. ജനുവരി 18 നടത്തിയ ചർച്ചയിൽ അനുകൂല നിലപാടെടുക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും എൻട്രി കേഡർ തസ്തികയിലുള്ളവർക്ക് ചെറിയ തുക മാത്രം കൂട്ടി നൽകി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഡോക്ടർമാർ അനിശ്ചിതകാല സമരം നടത്താൻ നിർബന്ധിതരായത്. ആദ്യ സമരമുറയെന്ന നിലയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ അധ്യാപന ബഹിഷ്കരണം തുടങ്ങി. എന്നാൽ ഇത് ബാധിച്ചതാകട്ടെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന MBBS, പാരാമെഡിക്കൽ, നഴ്സിംഗ് വിദ്യാർത്ഥികളെയും. ഭാവിയിൽ തങ്ങളെ കൂടി ബാധിക്കുന്ന വിഷയമായതിനാൽ ഡോക്ടർമാരുടെ സമരത്തിന് വിദ്യാർത്ഥികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2 മുതൽ അനിശ്ചിതകാല OP ബഹിഷ്കരണമാണ് ഡോക്ടർമാർ പ്രഖ്യാപിച്ചത്. നിപ, കോവിഡ് കാലങ്ങളിൽ മുഴുവൻ സമയവും സർവീസ് നടത്തിയ ഡോക്ടർമാർ ഉൾപ്പെടെയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സമരമുഖത്തുള്ളത്. സർക്കാരിന് മുന്നറിയിപ്പെന്നോണം ചൊവ്വാഴ്ച ഡോക്ടർമാർ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് ധർണ്ണ നടത്തും. അതേ ദിവസം തന്നെ അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളെല്ലാം നിർത്തിവെക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വിവിധ ഡിവിഷനുകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം. വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് സെൻട്രൽ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. ജനുവരി 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വിവിധ ഡിവിഷനുകളിൽ 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അപേക്ഷ ക്ഷണിച്ചു. പ്രൊജക്ട് ആവശ്യകതയും സർക്കാരിന്റെ അംഗീകാരവും ലഭിക്കുന്ന പക്ഷം കരാർ കാലാവധി ദീർഘിപ്പിക്കാവുന്നതാണ്. cmd.kerala.government.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതേ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. എൻവയോൺമെന്റൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഹൈഡ്രോളജിസ്റ്റ്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്കാണ് പ്രധാനമായും ഒഴിവുകൾ. ഈ 5 തസ്തികകളിലേക്ക് ആകെ 96 ഒഴിവുകളാണുള്ളത്. ഈ തസ്തികകളിൽ പ്രതിമാസം 46,230 രൂപയാണ് വേതനം. 36 വയസ്സാണ് പ്രായപരിധി. പരിചയസമ്പത്ത് ആവശ്യമില്ല. അതേസമയം അക്കൗണ്ടന്റ്, ഫിനാൻസ് ഓഫീസർ, പ്ലാനർ കൺസൾട്ടന്റ്, ആർക്കിടെക്ട്, സർവേയർ, ഗ്രാജുവേറ്റ് എഞ്ചിനീയർ, ഡിപ്ലോമ ഹോൾഡർ, ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള മറ്റു തസ്തികകളിലേക്ക് പരിചയസമ്പത്ത് നിർബന്ധമാണ്. ജനുവരി 30 വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ചതിനു ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.